वह चुपचाप चलती है ताकि जीवन को बिल्कुल मालूम ना पड़े उसके पीछे हम लोग आ चुके हैं बिल्कुल भी अपना पैर आराम से मिल सके लेकिन कुछ पता नहीं आगे का या फिर क्या रहा है। ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ലോഗ്. ഇത് സൺഡേ വ്ലോഗാണേ. ഇന്ന് സൺഡേ ആയതുകൊണ്ടും ഒരുപാട് കാര്യങ്ങൾ പുറത്ത് ചെയ്യാനുള്ളത് കൊണ്ടുമാണെന്ന് തോന്നുന്നു ഞാൻ നന്നായി ലേറ്റായിട്ടാണ് എഴുന്നേറ്റത്. അതുകൊണ്ട് തന്നെ രാവിലത്തെ മോർണിംഗ് റൊട്ടീൻ ഒന്നും തന്നെ എടുക്കാൻ പറ്റിയില്ലേ. നമുക്കൊരു ചായയിലങ്ങ് തുടങ്ങിയാലോ. രാവിലെ തന്നെ തൂക്കല്, വാരല്, തേക്കല്, മഴക്കല്, പിന്നെ പൂജ, കിളികളുടെ കൂട് വൃത്തിയാക്കൽ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ചായ. സാധാരണ സൺഡേകൾ ഞാൻ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അതിനുവേണ്ടി വെള്ളിയാഴ്ച മുതലേ ഞായറാഴ്ച ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കുറേശ്ശെയായി ചെയ്തു വയ്ക്കാറാണ് പതിവ്. എന്നാൽ ഇന്ന് പതിവിന് വിരുദ്ധമായിട്ടുള്ളൊരു ദിവസമാണ്. ഇന്ന് കാപ്പിക്ക് അപ്പവും ചമ്മന്തിയുമാണ് ഉണ്ടാക്കുന്നത്. ഇവരുടെ പപ്പയ്ക്കും കൂട്ടുകാർക്കും 3-4 മാസം കൂടുമ്പോൾ ഒരു അമ്പല ദർശനം പതിവാണ്. പിന്നെ ഇത് ശ്രാവണ മാസമായതുകൊണ്ട് പ്രത്യേകിച്ചും. ഇത് പെട്ടെന്ന് തീരുമാനിച്ചൊരു യാത്രയായിരുന്നേ. അതുമാത്രമല്ല 2-3 ദിവസത്തേക്ക് ആവശ്യമായ ഫുഡും ഇവർ കൊണ്ടുപോകുന്നുണ്ട്. ഓരോ വീട്ടിൽ നിന്നും ഓരോ സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്. എനിക്കും ഉണ്ട് ഒരു മെനു. അതാണ് ഇന്നത്തെ എൻ്റെ ദിവസത്തെ താളം തെറ്റിച്ചത്. നേരത്തെ ഒന്നും പറഞ്ഞിരുന്നില്ല, ഇന്ന് പെട്ടെന്നാണ് പറഞ്ഞത്. കാപ്പിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തേപ്പുകടയിൽ വന്ന് തേക്കാനുള്ളതൊക്കെ കൊടുത്തേ. ഇനി കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഇപ്പോൾ പോകുന്നത് ജിയോ മാർട്ടിലേക്കാണ്. എന്നോട് പറഞ്ഞത് ചോറും പനീർ കറിയും മഷ്റൂം ഫ്രൈയും ഉണ്ടാക്കാനാണ്. അതിനുള്ള സാധനങ്ങൾ വാങ്ങാനാണ് ഈ യാത്ര. അങ്ങനെ ജിയോ മാർട്ടിൽ നിന്നും ആവശ്യമായ എല്ലാ സാധനങ്ങളും വാങ്ങിയ ശേഷം ഓമി പറഞ്ഞു അവനൊരു ബദാം മിൽക്ക് കുടിക്കണമെന്നേ. ഇതൊരു ഉടുപ്പി റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ ടിഫിൻ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുമാത്രമല്ല അടാറ് ടേസ്റ്റും. ഉള്ളിൽ കടന്നു കഴിഞ്ഞപ്പോൾ മെനു ഒക്കെ ചേഞ്ച് ആയേ. പിന്നെ ഒന്നുകൂടി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ വീട്ടിൽ വന്ന് കുക്കിംഗ് ചെയ്തതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ആദ്യം 2:30 മണിക്ക് പോകുമെന്നാണ് പറഞ്ഞത്. പിന്നീടാണ് പറഞ്ഞത് 12:30 സമയമെന്ന്. ഞാൻ വീട്ടിലെത്തിയപ്പോൾ തന്നെ 12 മണിയായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ട എന്ന രീതിയിൽ ഞാൻ 1 മണിയായപ്പോഴേക്കും ലഞ്ചെല്ലാം റെഡിയാക്കി കൊടുത്തേ. പെട്ടെന്നുള്ള തീരുമാനമായതുകൊണ്ട് അഡ്വാൻസായി കാർ വാഷിന് കൊടുക്കാൻ പറ്റിയില്ല. കാറ് വാഷിംഗ് സെൻറ്ററിലാണുള്ളത്. അങ്ങോട്ടുള്ള യാത്രയാണ് ഇത്. സമയം കുറവായതുകൊണ്ട് റൈസും പനീർ കറിയും മാത്രമാണ് ഉണ്ടാക്കിയത്. ഇനി നേരെ അടുക്കളയിലേക്ക് പോകാമേ. ആളൊഴിഞ്ഞ ഉത്സവപ്പറമ്പെന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇപ്പോഴെൻ്റെ കിച്ചൻ്റെ അവസ്ഥ. ആരും പേടിക്കണ്ട. കുക്കിങ്ങിനായി എടുത്ത ഒരു സാധനം പോലും തിരിച്ചു വയ്ക്കാൻ പോലുമുള്ള സമയം എനിക്ക് കിട്ടിയിരുന്നില്ല. ഇനി നമുക്ക് കിച്ചൺ വൃത്തിയാക്കാമേ. എല്ലാവരും എങ്ങനെയാണ് എന്നെനിക്കറിയില്ല. ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് കുക്ക് ചെയ്യാൻ നല്ല സമയമുണ്ടെങ്കിൽ ഞാൻ കിച്ചൺ വളരെ വൃത്തിയായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി സമയം തീരെ ഇല്ല എങ്കിൽ പാചകത്തിൽ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. പാചകമൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാം അതിൻ്റെ സ്ഥാനത്ത് വെച്ച് കിച്ചൺ നീറ്റാക്കിയിടാറാണ് പതിവ്. ഇനി നാളത്തെ ദോശയ്ക്കുള്ള മാവ് കൂടി അരച്ചു വയ്ക്കാമേ. ചുരുക്കിക്കൂട്ടി പറഞ്ഞാൽ കൗണ്ടർ ടോപ്പ് എന്നത് ഒരു സ്റ്റുഡിയോ പോലെയോ അല്ലെങ്കിൽ ഒരു ഷോക്കേഴ്സ് പോലെയോ ഇല്ലെങ്കിൽ ഐക്കയുടെ ഒരു കിച്ചൺ ഡെമോ പോലെയോ ഒന്നുമല്ല ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാറ്. ജസ്റ്റ് കുക്കിംഗ് ചെയ്യാനുള്ള ഒരു സ്ഥലം മാത്രം. കാരണം ദിവസം മിനിമം 3 തവണയെങ്കിലും എനിക്കിവിടെ കുക്കിംഗ് ചെയ്യേണ്ടതായി വരുമേ. അതിൻ്റെ കൂടെ സമയവും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണല്ലോ. അങ്ങനെ ദോശയ്ക്കുള്ള മാവൊക്കെ അരച്ചു കഴിഞ്ഞ് നാളെ കടലക്കറി ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കടലയൊക്കെ വെള്ളത്തിലിട്ട ശേഷം ഇപ്പോൾ തൽക്കാലം അടുക്കളയോട് വിട പറയാമേ. അപ്പോഴേക്കും ഫ്ലിപ്കാർട്ട് ഏട്ടൻ ഒരു പാഴ്സൽ കൊണ്ടുവന്നേ. ഇത് എന്നോ ഓർഡർ ചെയ്തതാണ്. 20-22 ദിവസമായിട്ടുണ്ട്. ഇന്നാണേ വന്നത്. ഈ വീട്ടിലേക്ക് എന്ത് സാധനം കൊണ്ടുവന്നാലും ആദ്യം ചെക്ക് ചെയ്യുന്നത് സ്നോയാണേ. അതുമാത്രമല്ല വരുന്ന സാധനത്തിൻ്റെ കളർ കറുപ്പാണെങ്കിൽ അവൾ പിന്നെ എങ്ങും പോകാതെ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുമേ. ഞാനൊരു ബ്ലാക്ക് ടീഷർട്ട് ഇട്ടാലും അവൾക്ക് വലിയ കാര്യമാണ്. പിന്നെ എൻ്റെ പിന്നാലെ തന്നെ കൂടുമേ.
ഇതൊരു ബ്ലാക്ക് കളറിൽ വരുന്ന വുഡൻ ഹാൻഡിലോട് കൂടിയ ഒരു മെറ്റൽ ധൂപ് സ്റ്റാൻഡാണ്. ബൈ ദ ബൈ, നാളെ മുതൽ തുടങ്ങി ഈ മെറ്റൽ ധൂപ് സ്റ്റാൻഡ് വെച്ചുള്ള പ്രഹസനങ്ങളായിരിക്കാം നിങ്ങൾ കൂടുതലായി കാണാൻ പോകുന്നത്. നിങ്ങൾ മാത്രമല്ല, എൻ്റെ വീട്ടുകാരും അയൽവാസികളും ഒക്കെ ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഈ ധൂപ് സ്റ്റാൻഡ് ഒരുപാട് നാളായി എൻ്റെ വിഷ് ലിസ്റ്റിലുള്ളതായിരുന്നു. ആദ്യമൊക്കെ നോക്കുമ്പോൾ 1000 സംതിങ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ്. ആ ക്വാളിറ്റിയും ഈ ക്വാളിറ്റിയും വേറെയാണെന്ന് തോന്നുന്നു. ഇത് നല്ല ലാഭത്തിന് കിട്ടിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർഡർ ആക്കിയതാണ്. അതുമാത്രമല്ല, ഇതിൻ്റെ ക്വാളിറ്റിയിലും വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. നല്ല ഹെവി ആയിട്ടുള്ള സ്റ്റാൻഡാണ്. ഇത് എങ്ങനെയാണോ ഈ റേറ്റിൽ കൊടുത്ത് ഇവർ മുതലാക്കുന്നതെന്ന് മാത്രമാണ് ഡൗട്ട്. ഞാൻ അടുക്കളയിലുള്ള സമയത്ത് മിസ്റ്റി ഇവിടെ വന്ന് നിന്നാണ് എന്നോട് കാര്യങ്ങൾ പറയാറ്. ഇപ്പോൾ അവൾക്ക് ലഞ്ചിനും ഡിന്നറിനും ഇടയ്ക്കുള്ള ഇടക്കാല സ്നാക്സിന് വേണ്ടിയുള്ള വരവാണ് ഇത്. ഇനി നമുക്ക് ഡിന്നർ ഉണ്ടാക്കാമേ. ചപ്പാത്തിയും മത്തങ്ങ വെച്ചുള്ള ഒരു കറിയും പിന്നെ പയറ് മെഴുക്കുപുരട്ടിയുമാണ് ഇന്ന്. ഈ മത്തങ്ങ ഞാൻ വെജിറ്റബിൾ വാങ്ങിക്കുന്ന മാർക്കറ്റിൽ നിന്നും ഒരു സീഡ് കൊണ്ടുവന്നിട്ട് അതിൽ പിടിച്ച ഒരേ ഒരു മത്തങ്ങയാണ്. പിന്നെ ഉണ്ടായതെല്ലാം ചെറിയ ചെറിയ മത്തങ്ങയായിട്ട് വന്നിട്ട് അഴുകി പോവുകയാണ് ഉണ്ടായത്. പിന്നെ 2-3 തവണ തോരൻ വയ്ക്കാനുള്ള ഇലയും കിട്ടിയിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇവിടെ ആരും ഈ മത്തങ്ങ കറി വയ്ക്കാറില്ലേ? ഞാനിതുണ്ടാക്കുന്നത് കാണുമ്പോൾ വളരെ അതിശയത്തോടു കൂടിയാണ് നോക്കുന്നത്. ഇവിടെ ഈ മത്തങ്ങ ദീപാവലി സമയത്ത് കടകളുടെയൊക്കെ ദൃഷ്ടിദോഷം മാറ്റുന്നതിന് വേണ്ടി 2ആയി പൊട്ടിച്ച് കടയുടെ ഡോറിൻ്റെ 2 സൈഡിലുമായി വെച്ചേക്കുന്നതായി കാണാമേ. അങ്ങനെ കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് ഇനി കൊക്കോയെ കുറച്ച് സമയം കളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് അവളുടെ കൂട്ടിൽ കയറ്റാമേ. പിന്നെ കൊക്കോയെ ഒത്തിരി ഇഷ്ടമാണ്. കൊക്കോയുടെ മാത്രം ഒരു ലോങ് വീഡിയോ ഇടാമോ എന്ന് ചോദിച്ച് ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇടാമേ താമസിക്കാതെ. ഇവൾ നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്നത് വരെ എനിക്ക് നല്ല സമയമുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ഒന്നിനും സമയം തികയാതെയായി. എവിടെ പോയാലും ഇത് എൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാകുമേ. അപ്പോഴേക്കും ഫുഡ് കഴിക്കാനായി നമ്മുടെ അപരനും എത്തിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ സ്നോയുടെ തട്ടകം. കോക്കോയുടെ ഈ ക്യൂട്ട്നെസ് എല്ലാം എന്നെ കൂട്ടിലിടണ്ട, ഞാൻ പുറത്തു തന്നെ ഇരുന്നോളാം എന്നുള്ളതിൻ്റെയാണ്. പിന്നെ ഇന്ന് മിച്ചം വന്ന പാലൊക്കെ തിളപ്പിച്ച് വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാമേ.